എന്നോടൊപ്പം MLAയും ഡിസ്ട്രിക്ട് കളക്ടറും ഉണ്ട്. ഞങ്ങൾക്ക് കിട്ടിയ വിവരം അനുസരിച്ച് വലിയ ഓവർലോഡൊന്നും വണ്ടിയിലുണ്ടായിരുന്നില്ല. പക്ഷേ പെട്ടെന്ന് എന്തോ ഒരു ടൂ വീലറിനെയോ മറ്റോ കണ്ടതിനെ തുടർന്ന് വണ്ടി ഒന്ന് വെട്ടിച്ചു. അപ്പോൾ ഒരു മരത്തിൽ പോയി ഇടിക്കുകയാണ് ചെയ്തത്. അപ്പോൾ അതിൽ 53 വയസ്സോളം പ്രായമുള്ള ജയന്തി എന്ന ഒരു വനിതയാണ് ഇപ്പോൾ നമുക്ക് ജീവൻ നഷ്ടപ്പെട്ടത്. ഒരാൾക്ക് റിബ്സിന് ഉള്ളതുകൊണ്ട് തൃശ്ശൂർ മെഡിക്കൽ കോളേജിലേക്ക് അവരെ മാറ്റിയിട്ടുണ്ട്. ബാക്കി എല്ലാവരുടെയും പരിക്കുകൾ ഇവിടെ ട്രീറ്റ് ചെയ്യാവുന്നതേ ഉള്ളൂ. 26-27 പേര് ട്രീറ്റ്മെൻറ്റ് എടുത്ത് ചിലരൊക്കെ പോയിട്ടുണ്ട്. അവരെയൊന്നും കൂടുതൽ ആശുപത്രി കിടത്തി ചികിത്സയ്ക്ക് ആവശ്യമില്ല. മാക്സിമം 8-10 പേർക്കാണ് കിടത്തി ചികിത്സ ആവശ്യമുള്ളത്. അതിൽ ടീ ഫാക്ടറിയിൽ പണിയെടുക്കുന്ന 10 ബംഗാളികളായിട്ടുള്ള തൊഴിലാളികളുള്ളതായിട്ട് മനസ്സിലാക്കിയിട്ടുണ്ട്. അപ്പോൾ അവർക്ക് പ്രത്യേകമായി അവരുടെ കാര്യം നമ്മുടെ നാട്ടുകാരെല്ലാത്തോട് ശ്രദ്ധിക്കണമെന്ന് ഞാൻ കളക്ടറോട് ചുമതലപ്പെടുത്തിയിട്ടുണ്ട്. അത്രയും കാര്യങ്ങളല്ലേ നമുക്ക് പറയാനുള്ളൂ. ഓടി വിട്ടു കൊടുക്കും അവർക്ക്. എന്തോ അതൊരു സാധാരണ നടക്കുന്നൊരു കാര്യമാണല്ലോ. ഇത് അത്ര വലിയൊരു അതിപ്പോൾ നമ്മുടെ പോസ്റ്റ് ക്രാഷ് അനാലിസിസ് ഇപ്പോൾ നടത്തും. അതിൻ്റെ ഒരു 5 ദിവസം എടുക്കും അതിൻ്റെ റിപ്പോർട്ട് വരാനായിട്ട്. ഞാൻ ഇപ്പോൾ ട്രാൻസ്പോർട്ട് കമ്മീഷണറോടും പറഞ്ഞിട്ടുണ്ട്. എന്ത് ആക്സിഡൻറ്റ് പറ്റിയാലും 5 ദിവസത്തിനകത്ത് അതിൻ്റെ റെസ്പോൺസിബിലിറ്റി ഫിക്സ് ചെയ്യുന്ന പുതിയൊരു സമ്പ്രദായം നമ്മൾ കൊണ്ടുവന്നിട്ടുണ്ട്. ഒരു മരണം ഉണ്ടായല്ലോ. ഇപ്പോൾ കൊട്ടാരക്കരയിൽ 3 പേര് മരിച്ചതിനെ തുടർന്നാണ് അത് ഇപ്പോൾ നിർബന്ധമാക്കിയിട്ടുള്ളത്. ഇപ്പോൾ ബ്രേക്ക് നഷ്ടപ്പെട്ടതാണോ, ഡ്രൈവറുടെ മനസാന്നിധ്യം ഇല്ലാതെ പോയതാണോ തുടങ്ങിയ കാര്യങ്ങൾ നമ്മൾ തീർച്ചയായിട്ടും അത് പരിശോധിക്കും, വിശദമായിട്ട് പരിശോധിക്കും. നമ്മുടെ ബസ്സുകൾക്ക് കുറവുണ്ടെങ്കിലും നമ്മൾ കഴിയുന്നത് ഇപ്പോൾ ബസ്സുകളൊക്കെ നന്നായിക്കൊണ്ടിരിക്കുകയാണ്. റീഫർബിഷ് ചെയ്യുക എന്നുള്ളൊരു പ്രോസസ്സ് കുറേ കാലമായിട്ട് ഇപ്പോൾ നടന്നുകൊണ്ടിരുന്നില്ല. അപ്പോൾ അതിൻ്റെ എൻജിനും അതുപോലെ തന്നെ അതിനെല്ലാം ഓവറോൾ ചെയ്യാന്ന് പറയില്ലേ, ചെയ്തുകൊണ്ട് അതിൻ്റെ എല്ലാ പണികളും ഒരുമിച്ച് നടത്തി അതിനെ ഒന്ന് പുതുക്കി പണിയുന്നൊരു പ്രോസസ്സ് ഇപ്പോൾ 10 ബസ്സിൻ്റെ പണി അങ്ങനെ കഴിഞ്ഞു. കുറേ കാലമായിട്ട് അതൊന്നും അങ്ങനെ ചെയ്തിരുന്നില്ല. അപ്പോൾ അത്തരം കാര്യങ്ങൾ വളരെ ശ്രദ്ധിക്കുന്നുണ്ട്. അപ്പോൾ നമുക്ക് ഉള്ള ബസ് ഇറക്കാതിരിക്കാനും പറ്റില്ല. കാരണം ആളുകളുടെ നിത്യമായിട്ടുള്ള യാത്ര ഒരു പ്രശ്നമാണല്ലോ. ഇത്തരം കാര്യങ്ങളൊക്കെ നിങ്ങൾ പറയണം, അതിനുള്ള പോരായ്മകൾ ചൂണ്ടിക്കാണിക്കണം. 24 hours നമ്മളതിന് വേണ്ടിയിട്ട് ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുക. ജില്ലയിലുണ്ടായിട്ട് പോലും ആ സംഭവം മേഖല സന്ദർശിച്ചില്ല എന്നത് ഇവിടെ എത്തി എല്ലാവരും കണ്ടു, കാര്യങ്ങൾ അന്വേഷിക്കുന്നുണ്ട്. അവിടെ നടന്ന സ്ഥലത്ത് ഇപ്പോൾ പോയിട്ട് അവിടെ ആരും ഇല്ലല്ലോ. ധനസഹായം ഉണ്ടാവും. ഞാൻ അവിടെ പോവാതിരുന്നത് അവിടെ ആരുമില്ല. ഞാൻ ഇവിടെ വരുന്നതിന് പകരം അവിടെ ആരുമില്ലാതെ ഒരു മരത്തിലിടിച്ച ബസ് കാണാനായിട്ട് എത്രയോ കിലോമീറ്ററുകൾ പോകണം, വേണ്ടേ? കാര്യമുണ്ടോ പോയിട്ട്? അപ്പോൾ അത് പ്രശ്നം ശരിയല്ലല്ലോ. ഇവിടെ നിൽക്കുകയല്ലേ വേണ്ടത്. കളക്ടറേയും MLA എല്ലാം കൂട്ടി കാര്യങ്ങൾ ചെയ്യല്ലേ വേണ്ടത്. അതിന് വേറെ ഞാനൊരു കാറെടുത്ത് നടന്ന സ്ഥലത്ത് പോയിട്ട് ഇടിച്ച ബസ് തിരക്കില്ല എന്നുകൊണ്ട് കാര്യമുണ്ടോ? ചികിത്സ ഇതൊക്കെ സൗജന്യമായിരിക്കും. അതെ, KSRTC ബസ്സുകളുടെ കുറവുണ്ട്. നമ്മളിപ്പോൾ അതിനുവേണ്ടി ഇപ്പോൾ ഫയലുകൾ നീങ്ങിക്കൊണ്ടിരിക്കുകയാണ്. അതായത് MLAമാരുടെ ഫണ്ടിൽ നിന്നും ബസ് വാങ്ങിച്ചു തരാനുള്ള ഒരു ഫയലാണ് ഇപ്പോൾ ഫൈനൽ സ്റ്റേജിലെത്തിയത്. രാഷ്ട്രീയ തീരുമാനമായി UDF ചർച്ച ചെയ്തു. അതേപോലെ തന്നെ പഞ്ചായത്തുകൾക്കും മുനിസിപ്പാലിറ്റികൾക്കും അവരുടെ ഫണ്ടിൽ നിന്ന് ബസ് വാങ്ങിച്ചു തരാൻ ഇപ്പോൾ പ്രൊവിഷൻ ഇല്ല. സ്കൂളിനൊക്കെ കൊടുക്കാൻ പറ്റും, നമുക്ക് തരാൻ പറ്റില്ല. അത് പറയാണ്. കോഓപ്പറേറ്റീവ് സൊസൈറ്റികൾക്ക് അവരുടെ കോമൺ ഗുഡ് ഫണ്ടിൽ നിന്ന് ബസ് വാങ്ങിച്ചു തരാനുള്ള ഫയലുകൾ നീക്കിക്കൊണ്ടിരിക്കുന്നുണ്ട്. മാത്രമല്ല ബസ്സുകൾ സ്പോൺസർ ചെയ്യാനുള്ള ഒരു പദ്ധതിയും നമ്മൾ ചെയ്യുന്നുണ്ട്. എല്ലാറ്റിനും പുറമെ ഇപ്പോൾ ഒരു 100 കോടി ഉറുപ്പിക നമ്മുടെ കയ്യിൽ കഴിഞ്ഞ പ്ലാനിൻ്റെ ഭാഗം, ഈ പ്ലാനല്ല കഴിഞ്ഞ ഗവൺമെൻറ്റിൻ്റെ പ്ലാനിൽ 100 കോടി ഉറുപ്പിക കയ്യിലുണ്ട്. അതിൻ്റെ AS വാങ്ങിച്ചുകൊണ്ടിരിക്കുകയാണ് പുതിയ ബസ് വാങ്ങാനായിട്ട്. അപ്പോൾ കഴിഞ്ഞ 10 വർഷത്തിനിടയ്ക്ക് വാങ്ങിയത് 1300 ബസ്സാണ് ആകെ വാങ്ങിയത്. അതാണ് ഒരു പ്രോബ്ലം. അപ്പോൾ നമ്മൾ ഈ വർഷം തന്നെ ഒരു 1000 ബസ് എങ്ങനെയെങ്കിലും
നമ്മുടെ കാശ് എടുക്കാതെ തന്നെ നമ്മുടെ കാശും മറ്റുള്ളവരുടെ സഹായവും എല്ലാം കൊണ്ട് നമ്മുടെ ഫ്ലീറ്റ് നന്നാക്കുന്നതിനെക്കുറിച്ചുള്ള വളരെ ത്വരിതമായിട്ടുള്ള അന്വേഷണം നടത്തുകയാണ്. നിങ്ങളും സഹായിക്കണം. ബസ് സ്പോൺസർ ചെയ്യുന്നൊരു പദ്ധതിയെ സഹായിക്കണം. അത്ര വലിയ പൈസ ഈ ബസ്സിനില്ല. ഒരു വലിയ കാറിൻ്റെ ബസ്സേ ഉള്ളൂ. സാമാന്യമായൊരു ബസ്സിന് 33 ലക്ഷം രൂപ കൊടുത്താൽ നമ്മുടെ സാധാരണ നിലയ്ക്കുള്ളൊരു ബസ് കിട്ടും. അപ്പോൾ അത് പബ്ലിക് ട്രാൻസ്പോർട്ടിലേക്ക് ആളുകളെ കൊണ്ടുവരാനും പബ്ലിക് ട്രാൻസ്പോർട്ടിലേക്ക് കോൺട്രിബ്യൂട്ട് ചെയ്യാനും ഇപ്പോൾ പ്രിയദർശിനി വലിയൊരു കാരണമായിട്ടുണ്ട്.